അത് ഇന്നലെ ഞാനും ആ ചെറുക്കൻ്റെ ആ പയ്യേ ആ ആ അവനിന്ന് എന്നെ കൂട്ടിയിട്ട് ആ പിന്നെ ഇവിടെ അന്ന് ഹോട്ടലിൽ പോയിട്ടില്ലേ ചായ കുടിക്കാന്നെല്ലാം പറഞ്ഞ് കറങ്ങി വരാന്നെല്ലാം പറഞ്ഞിട്ട് പോയിട്ടില്ലേ. ആ അപ്പൊ ഇന്നലെയോ എന്നോട് പറഞ്ഞ അങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് വരാൻ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിപ്പോയി. ആ ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുന്നില്ല, ബോറടിച്ച് ഇതായി. ആ നീയാണെങ്കിൽ വരുന്നുമില്ല വിളിക്കുന്നുമില്ലല്ലോ. എന്നിട്ട് എന്റെ കൂടെ ഞാനങ്ങ് പോയി. ഒന്ന് ഓന് ഡ്രൈവിങ് നല്ലോണം പഠിക്കണം എന്ന് പറഞ്ഞ് അതെല്ലാം ഓൻ തന്നെയാ ഡ്രൈവ് ചെയ്ത്. അങ്ങനെ ഒരു ഹോട്ടലിലെത്തി, ആ ചായ കുടിച്ച്. ആ അപ്പൊ അവൻ പറഞ്ഞ് എനക്കൊന്ന് പിന്നെ അതിന്റെ ഒരു മാളില്ലേ ആടെ പോണം പറഞ്ഞു. ആ അങ്ങനെ ഞാനും പോയി. അങ്ങനെ പോയി അവൻ എന്നോട് പറഞ്ഞ് ചേച്ചി ഇങ്ങനെ കുറച്ച് ദൂരം നമുക്ക് നടക്കാം, ഇതൊന്ന് ചുറ്റി കാണാമെന്നെല്ലാം പറഞ്ഞിട്ട് കൂട്ടിപ്പോയി. അപ്പൊ ഇങ്ങനെ ചുറ്റി നടന്ന് നമ്മളിങ്ങനെ പോയി. അപ്പൊ പറഞ്ഞ് കുറച്ചും കൂടി അങ്ങോട്ടെല്ലാം പോയാൽ നല്ല ഇതുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് കാണിക്കേ. എനിക്ക് ഈ സ്ഥലത്തിനെ പറ്റിയൊന്നും അറിയില്ലല്ലോ. ഞാൻ കൂട്ടിപ്പോയി നടന്ന്. അപ്പൊ കുറച്ചങ്ങോട്ട് പോയാലും പിന്നെ ഒറ്റ ആളില്ല അതിൻ്റെ ഉള്ളിലൊന്നും. ഒരു ഇതുപോലെ ഇടുങ്ങിയ സ്ഥലം. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു നമുക്ക് ഇതിലെ കൂടി നടന്നിട്ടെല്ലാം വരാം, അങ്ങോട്ടെത്തുമ്പോ ആളെല്ലാം ഉണ്ടാവുന്നതാണ് കൂട്ടി. ഞാനിങ്ങനെ നടന്നു നോക്കുമ്പോ ഒരു സ്ഥലത്ത് എത്തിയപ്പോ ഇവന്റെ സ്വഭാവം അങ്ങ് മാറി. എന്നോട് പറഞ്ഞ് ചേച്ചി അവിടെ നിക്ക്, ഞാൻ അന്റെ വയ്യ ഒന്ന് തൊട്ട് നോക്കി, ഒന്ന് പിടിച്ച്. എന്നിട്ട് എന്നോട് പറഞ്ഞ് നമുക്ക് ചേച്ചീനെ കാണുമ്പോ എനക്കൊരു എന്തോ ഒരു ഇത് തോന്നുന്നു പറഞ്ഞു. എനിക്ക് വയ്യ. ഓനെന്നെ ഇങ്ങനെ തൊട്ട് ഓനിങ്ങനെ വേണ്ടാതിരിക്കില്ലാന്ന്. പിന്നെ ഓന്റെ കണ്ണും ഇതല്ലോ കയ്യെല്ലാം പോന്നെ. ഞാൻ പിന്നെ ഇത് എന്നോട് പറഞ്ഞ് എന്നാ നമുക്ക് ഒന്ന് ഏതെങ്കിലും ഇത് റൂം എടുത്താലോ. അപ്പൊ ഞാനിത് എതിർക്കാനൊന്നും പോയിട്ടില്ല. അപ്പൊ പിന്നെ ഒന്ന് വിചാരിച്ചൊന്നും തോന്നിയിട്ടില്ല, ഞാൻ എതിർത്തുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ് റൂം എന്തിനാന്ന് ചോദിച്ചു. ചേച്ചിനെ അന്ന് കണ്ടപ്പോഴേ എനക്ക് ഒന്ന് തോന്നിയതാണ് ഒരു പരിപാടിക്ക്. എന്നിട്ട് എന്നോട് എന്നാ നമുക്ക് വീട് തന്നെ നോക്കിയാൽ ഇവിടെ ഒന്നും ആരും വരൂല എന്ന് പറഞ്ഞു. പുറത്തുനിന്നോ? അങ്ങനൊരു സ്ഥലം ഒരു ഇതുപോലത്തെ. അപ്പൊ അവനൊരു നേരത്തെ പരിചയം ഉണ്ടാവും. എന്നിട്ട് എന്നെ പിടിച്ച് ഓനന്ന് എന്തെല്ലോ ചെയ്യുക. എന്നിട്ടോ ഞാൻ കുറച്ച് സമയം നിന്ന് പിന്നെ ഞാനിത് ഇതില് അങ്ങ് പെട്ടുപോയല്ലോ. ഞാൻ എന്നിട്ട് കുറച്ച് സമയം അനങ്ങാണ്ട് നിന്നു. അടുത്തം വരെ അവന് എന്നാ ചെയ്യാന്ന് തോന്നുന്നു. പിന്നെ അവന് എല്ലാം മൂടിയിട്ട് എന്തോ ഇതുപോലെ എല്ലാം ഇങ്ങനെയെല്ലാം കളിച്ചപ്പോ പിന്നെ എന്നാ പറയണ്ടേ. അല്ല എന്നിട്ട് പരിസരം മറന്നിട്ട് ആടന്ന് ചെയ്താ അതന്നെ പരിപാടി. അനു പുറത്തുനിന്നിട്ട് അവനെ കൊണ്ട് കളിപ്പിച്ച. പിന്നെ ഞാനെന്താ ചെയ്യണ്ടേ? ആരെങ്കിലും കണ്ടിട്ടുണ്ടാവൂലേ? ആരും കാണുന്നില്ല. ഇല്ല, ആരെങ്കിലും കണ്ട അനു ഇങ്ങനെയാണെന്ന് വിചാരിക്കൂലേ? ഞാന് ഓനിങ്ങനെ നീ കൊറേ ദിവസമായില്ലേ വരാത്തത്, പിന്നെ ഞാൻ എത്ര ദിവസമായി വിളിക്കുന്നു. അനു വന്നാ നമ്മളെവിടെയെങ്കിലും നല്ല ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പറഞ്ഞുകൂടിയോ? ഹോട്ടലില് മറ്റോ? ഹോട്ടലൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ ഓനെ തൊട്ട് ഇതെല്ലാം ആക്കിയാലും പിന്നെ എനക്കൊന്നു തോന്നി മതി. ഒന്നുമില്ലാനു ഇങ്ങനെയാ ഒന്നുമില്ല. എന്നിട്ട് എങ്ങനെ ഉണ്ടേനും? ആള് സൂപ്പറാ.
ഉം. ഉം. അപ്പൊ ഇനി നമ്മളൊന്നും വേണ്ടി വരില്ലല്ലേ? നീ വേണ്ടാന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ നീ ഇപ്പോ വരുന്നില്ലല്ലോ. ഇനിയിപ്പം തീരെ വരണ്ടല്ലോ, പുതിയ ആളെല്ലാം വന്നില്ലേ. ഞാൻ പറഞ്ഞിട്ടില്ലേ, അനീഷ നീ വന്നിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ നോക്കേണ്ടി വരികയെന്ന്. ഇനി അനു വീട്ടിലേക്കെല്ലാം വിളിക്കുവാനാ? വിളിക്കുമോ ചോദിച്ചാല് എന്താ, നീ വന്നിട്ടില്ലെങ്കിൽ ഞാൻ വിളിക്കും ഉറപ്പായിട്ടും. ഇപ്പൊ ഒരു വണ്ടിയും 2 ഡ്രൈവർ പോയല്ലേ? ഒരു ഡ്രൈവർ പോരാ. ഇപ്പം വന്ന ഡ്രൈവറായിരിക്കും ഉഷാറ്, പുതിയ അല്ലേ? അത്രക്ക് ഉഷാറാ? നല്ലത്. അതിനുവല്ലേ അന്ന് എന്തോ കാണിച്ചു തന്നേരം നല്ല വണ്ണമുള്ളതാണ്. ആ വണ്ണമുള്ളതിന്റെ ഗുണം ഉണ്ടായിരുന്നു. അതില്ല എടുക്കൂലല്ലോ. അപ്പൊ അനുവിന് ഇഷ്ടപ്പെട്ട്. എനിക്കിഷ്ടപ്പെട്ട്, സത്യം പറയാലോ. അപ്പൊ ഇനി 1 ദിവസം ഇങ്ങനെ എവിടെയെങ്കിലും കൂട്ടി പോവായിരിക്കും അല്ലേ? ഓനൊരു നമുക്ക് ഒരു എതിർക്കാൻ തോന്നാത്ത വിധത്തിലുള്ള ഒരു പരിപാടി കേട്ടാ. ആളെ മയക്കിയെടുക്കാൻ അറിയാം. എടുത്തിട്ട് കളിപ്പിച്ചല്ലേ അനുവിന? പിന്നെ ഒന്നും തോന്നിയില്ല എനിക്ക്. എന്നിട്ട് എന്നിട്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അനുവോട്? എന്നോട് പറഞ്ഞ് ഞാൻ ചേച്ചി ഇങ്ങനെ ഇടക്ക് വിളിച്ചാ വരുമോ ചോദിച്ചു. എന്നാ പറഞ്ഞേ? ഞാൻ പറഞ്ഞ് പറ്റുമെങ്കിൽ അല്ല, അപ്പൊ അതിന് ഉറപ്പിച്ചു കഴിഞ്ഞു. ഉറപ്പിച്ച് നീ ഇനി വരുമല്ലോ. ഞാൻ വരാണ്ട് പറഞ്ഞല്ലോ, ഞാനൊരു തിരക്കായോണ്ടല്ലേ. എനിക്കിപ്പോ തിരക്ക് കൂടി എത്തല്ലേ. അങ്ങനെ അനു വിചാരിക്കുമ്പോഴത്തെ തിരക്കായിട്ടൊന്നുമല്ല. അല്ല, ഞാൻ വിളിച്ചാലിപ്പോ ഒരു മടിയും എന്തെല്ലോ അല്ലേ കാണിക്കുന്നു, മടുത്തതുപോലെ. അങ്ങനെ മടുത്തിട്ടൊന്നുമില്ല അതിനു. അങ്ങനെ മടുക്കാൻ പറ്റിയ ഒരാളൊന്നല്ലല്ലോ ഇനി. പിന്നെന്താ നീ ഞാൻ വിളിച്ചിട്ട് വരാത്തത്? പറഞ്ഞില്ലേ, പണീന്റെ തിരക്കും, പിന്നെ ലീവാക്കാനും പറ്റുന്നില്ല. നിന്റെ തിരക്കപ്പ തീരുവോ? അത് പറയാൻ പറ്റൂല. അപ്പൊ അടുത്ത് തിരക്കുള്ളപ്പോ ഞാൻ വിളിച്ചു. അനുവിനെ കള്ളത്തരത്തിൽ കൊണ്ടുപോയല്ലേ? അവൻ വിളിക്കുമ്പോ എനിക്ക് തോന്നി എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടാവുന്നു. അനു പോയി. എനിക്ക് തോന്നുന്നു, ഞാൻ പിന്നെ ഇതൊന്നും ചെയ്യണ്ടേ. ഞാൻ ആദ്യമൊന്നും അത് അവന്റെ മുമ്പിൽ പ്രകടാക്കിയിട്ടില്ല.